ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദ്യവെച്ചെത്തി വാതിൽ മുട്ടി തുറന്നപ്പോൾ ചാടി അകത്ത് കയറി കുറ്റി കിട്ടുമോ? അനൻസിയറുടെ കോപ്രായങ്ങൾ ഇങ്ങനെ. കൊച്ചി മലയാള സിനിമാ രംഗത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടിൽ ആണധികാരത്തിൻ്റെ മേൽക്കോയ്മയും ലൈംഗിക പീഡനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുമെന്ന് മൊഴി നൽകിയ പല നടിമാരും ആരോപിക്കുന്നു. പരാതിപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അധിക്ഷേപത്തിന് ഇരയാകും. സിനിമാ രംഗത്തെ അണിയറ കഥകൾ പുറത്തു വരുമ്പോൾ തന്നെ ഈ കാര്യം പല നടിമാരും നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണെന്നും കാണാം. പ്രത്യേകിച്ചും മീ ടു മൂവ്മെൻറ്റ് ഒട്ടേറെ വമ്പന്മാരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ പലതും ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് തുറന്നു പറച്ചിൽ. വേറിട്ട അഭിനയശേഷി കൊണ്ടും സിനിമയ്ക്ക് പുറത്തെ നിലപാട് കൊണ്ടും ശ്രദ്ധേയനായ നടൻ അലൻസിയറും മീറ്റു വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. നടി ദിവ്യ ഗോപിനാഥിൻ്റെ മുറിയിൽ മദ്യപിച്ച് കയറി ചെല്ലുകയും അകത്തുനിന്ന് കുറ്റിയിടുകയും ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടറാണ് പിന്നീട് അയാളെ പുറത്തേക്ക് കൊണ്ടുപോയത്. സംഭവം ദിവ്യ ഗോപിനാഥ് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അലൻസിയർ മാപ്പ് പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ തൻ്റെ നെഞ്ചത്തായിരുന്നു എന്ന് നടി അന്ന് പറയുകയുണ്ടായി. സ്ത്രീകളുടെ ശരീരത്തെ വളരെ വൾഗറായി ചിത്രീകരിക്കുന്നതിൽ അയാൾക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ആർത്തവ ദിവസം ക്ഷീണം കാരണം കുറച്ച് നേരത്തെ ബ്രേക്ക് എടുത്ത് റൂമിൽ പോയി. റൂമിലെത്തി വിശ്രമിക്കുന്നതിനിടെ ഡോറിൽ ആരോ മുട്ടി. കീ ഹോളിലൂടെ നോക്കിയപ്പോൾ അലൻസിയർ ആണെന്ന് കണ്ടതും ഷോക്കായി. ഉടൻ തന്നെ സംവിധായകനെ വിളിച്ച് കാര്യം പറഞ്ഞു. പേടിക്കണ്ടെന്നും ഒരാളെ പറഞ്ഞു വിടാമെന്നും അദ്ദേഹം പറഞ്ഞു. അലൻസിയർ ഡോറിൽ മുട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഡോർ തുറന്നു. ഉടൻ അകത്തേക്ക് ചാടിക്ക് ഡോർ ലോക്ക് ചെയ്തു. അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തേക്ക് വരുന്നതിനിടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ വന്നു. അടുത്ത ഷോട്ട് അനൻസിയറുടെ ആണെന്ന് പറഞ്ഞു. അയാൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ എൻ്റെ റൂമിൻ്റെ വാതിൽ വീണ്ടും അയാൾ മുട്ടി. അന്ന് എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തക കൂടി ഉണ്ടായിരുന്നു. ഡോർ ബെല്ല് കേട്ടപ്പോൾ അവൾ പോയി തുറന്നു. അനൻസിയർ ആയിരുന്നു പുറത്ത്. അവർ തമ്മിൽ കുറച്ചു നേരം സംസാരിച്ചു. പക്ഷേ തിരിച്ച് ഡോർ ലോക്ക് ചെയ്യാൻ അവൾ മറന്നു. കുളിക്കാനെന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിൽ കയറി. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി വന്നു. ഞാൻ ചാടി എഴുന്നേൽക്കാൻ നോക്കി. കുറച്ചു നേരം കൂടി കിടക്കൂ എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ കൈ പിടിച്ച് വലിച്ചു. എൻ്റെ ബഹളം കേട്ട് കൂട്ടുകാരി എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അതോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവളും ഞെട്ടി. ഇതുപോലെ ഒരുപാട് പേർക്ക് അലൻസിയറുടെ ശരിക്കുള്ള മുഖം അറിയാമെന്ന് ദിവ്യ അന്ന് പറഞ്ഞിരുന്നു. നടന്മാരുടെയും സിനിമാ മേഖലയിലുള്ളവരുടെയും അതിക്രമങ്ങൾ തുറന്നു പറയുന്നവർക്ക് പിന്നീട് സിനിമകളിൽ അവസരമില്ലാതാവുകയാണ് പതിവ്. ഇവർക്കെതിരെ നിയമ നടപടിക്ക് മുതിർന്ന സോഷ്യൽ മീഡിയ വഴി നഗ്നചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കും. സിനിമ ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ കാണുന്നവർക്ക് പലതും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സർക്കാർ സിനിമാ നയം രൂപീകരിക്കുകയും പരാതിപ്പെടാൻ വേദിയൊരുക്കുകയും ചെയ്താൽ അതിക്രമങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇങ്ങനെ പുറത്തു പറയുന്നവരുടെ അവസരങ്ങൾ ഇല്ലാതാകുന്ന എങ്ങനെയാണ്? അവരെക്കുറിച്ച് ഏതാണ്ട് ഒരു രൂപ ഇവർക്ക് മനസ്സിലാവും. ഈ സിനിമ സംവിധായകനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളർക്കൊക്കെ കാര്യം മനസ്സിലാവും. ഒരു സിനിമയ്ക്ക് വേണ്ടി ഈ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടല്ലോ, അതായത് ഇന്ന നടൻ ഈ റോൾ ചേരും, ഇന്ന നടൻ ഈ റോൾ ചേരും, അല്ല ഇന്ന നടിക്ക് ഈ റോൾ ചേരുന്നവർ, ഇങ്ങനെ അവരെ അങ്ങനെ സെലക്ട് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരാണ് കൂടുതലും ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഇത് എതിർക്കുന്ന പെണ്ണുങ്ങളെ പെട്ടെന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വിളിക്കത്തില്ല. ഇവരൊക്കെ പരാതി പറയുന്നവരാണ്, ഒരു ഇങ്ങനെ എല്ലാം പുറത്ത് പറയുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിന് ഇവരെ പിന്നെ അടുപ്പിക്കുകയല്ലോ. സിനിമ ചാൻസ് കൊടുക്കുക എപ്പോഴും ഇവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ്, നിന്ന് കൊടുക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ ഇവരിങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഇവർ കഴിഞ്ഞിട്ടാണ് ഈ സംവിധായകനിലേക്ക് നടനിലേക്കൊക്കെ ഈ പെണ്ണുങ്ങൾ ചെല്ലുന്നത്. അതുകൊണ്ട് ഇവർക്കാരും കൂടുതൽ ഈ ഇങ്ങനെ പോകുന്ന നടിമാർ, അതായത് ഈ വഴങ്ങിക്കൊടുത്ത് അവസരങ്ങൾ മേടിക്കുന്ന നടിമാർ ആദ്യം ചെല്ലുന്ന ഈ കാസ്റ്റിംഗ് ഡയറക്ടർമാരെ ആയിരിക്കും സോപ്പിട്ട് എന്താ പറയുക കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത്.